ഇനി നമ്മൾക്കൊരു 10-20 ഓട്ടിസം കുട്ടികളുടെ രക്ഷിതാക്കളുണ്ടെങ്കിൽ അവരൊന്നായി ചേർന്ന് വാങ്ങിയിട്ട് സെപ്പറേറ്റ് വീട് കെട്ടിയിട്ട് നമ്മൾക്കെല്ലാവരും കൂടി ചേർന്ന് ഇരിക്കണമെങ്കിൽ ഇരിക്കുക. അപ്പോൾ അതിൻ്റെ പിറ്റേക്കാലം നമ്മൾ എല്ലാവരും കൂടി ഒരു ട്രസ്റ്റ് മാതിരിയൊക്കെ രൂപീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിറ്റേക്കാലം ആ കുട്ടികളിനെ ഈ ട്രസ്റ്റും ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ കൂടി നോക്കി അങ്ങനെ ഒരു ബന്ധത്തിലൂടെ പോകാൻ പറ്റും. പക്ഷേ നമ്മൾ നേരത്തെ അതിനൊക്കെ തീരുമാനം ഉണ്ടാക്കിയാലാണ് അങ്ങനെയൊക്കെ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതിന് തയ്യാറായിട്ട് ധൈര്യത്തിലുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ മുന്നോട്ട് വരാം. അവർക്കാണെങ്കിൽ ഞാൻ ഇനിയും എന്തെങ്കിലും ഇതിനൊക്കെ വില കുറച്ച് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഇരിക്കുന്നതിന് വേണ്ടി. പക്ഷേ എനിക്കിതിനൊന്നും ഇനി മുൻകെട്ടി തലയിൽ കെട്ടി നിൽക്കാൻ പറ്റില്ല. എന്താ പറയുക, നേരത്തെയൊക്കെ ആണെങ്കിൽ നിൽക്കാം. ഇനിയിപ്പോൾ പ്രായമായതുകൊണ്ട് ഇനി അതിനൊന്നും നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സൗകര്യം വേണമെങ്കിൽ അതും ചെയ്തു തരാം. രക്ഷിതാക്കൾ മുന്നോട്ട് വരണം. എന്നാൽ നമുക്ക് ചെയ്യാം. നിങ്ങളെല്ലാവരും വന്ന് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുറച്ച് ആളുകളുണ്ടെങ്കിൽ വാങ്ങിയ അതാത് ആളുകൾക്ക് 10 സെൻറ്റ് 5 സെൻറ്റോ എത്ര പറഞ്ഞാൽ അവരൊരു സെപ്പറേറ്റ് വീതിച്ച് മുറിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാവരും കൂടി ഒരു ഗേറ്റ് വെച്ച് ഒരു വട്ടത്തിൽ നാം എല്ലാവരും കൂടി താമസിക്കുക. അപ്പോൾ പരസ്പരം നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കാനും അറിയാനും വളർന്നു വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ നമുക്ക് പറ്റും. അങ്ങനെ സ്നേഹബന്ധവും നമ്മുടെ ഒരു കൂട്ടായ്മകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നാളെ ആരെങ്കിലൊക്കെ ഈ ഇത്തരം കുട്ടികളുടെ രക്ഷിതാക്കൾ വളർന്നു വരുന്ന കുറേ കുട്ടികളുടെ രക്ഷിതാക്കൾ എന്തായാലും ഉണ്ടാവും. അവരൊക്കെ പിന്നെ സംരക്ഷിക്കാനും ചേർത്ത് പിടിക്കാനൊക്കെ ഉണ്ടാവും. ആരെങ്കിലും അതിന് ധൈര്യപ്പെട്ട് വരികയാണെങ്കിൽ അതിന് മുന്നോട്ട് വരികയാണെങ്കിൽ അതിനും നമ്മൾ റെഡിയാണ്. നമ്മളും വേണമെങ്കിൽ അതിൻ്റെ കൂടെ ചേർന്ന് ഇവിടെ ഇരിക്കാൻ തയ്യാറാണ്. അപ്പോൾ അതിനൊക്കെ തയ്യാറായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വരിക ധൈര്യത്തിൽ. ഇപ്പം എൻ്റെ കൈവശം ഉണ്ട്. നമ്മളതിന് വേണ്ടി എന്ത് വേണമെങ്കിൽ ചെയ്യാൻ തയ്യാറാണ്. ധൈര്യമുള്ളവരൊക്കെ മുന്നോട്ട് വരിക. എൻ്റെ നമ്പർ കൊടുക്കുക, അതിൽ വിളിക്കുക, സംസാരിക്കുക, നമുക്ക് കൂടി ആലോചിക്കുക. ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് എരുമയൂർ അരിയക്കോട് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ ഒരു 2.5 ഏക്കർ സ്ഥലം ഇവിടെയുണ്ട്. അപ്പോൾ ഇത് പറമ്പാണ്. ഇതിൽ വെള്ളം ഞങ്ങൾ താഴത്തെ ഒരു കിണർ കുഴിച്ചിട്ട് ഒരു 50 സെൻറ്റ് സ്ഥലത്ത് വലിയ കിണർ കുഴിച്ചിട്ടുണ്ട്. ഒരു 5 ലക്ഷം ഉറുപ്പിക ചിലവാക്കിയിട്ട് അവിടെ നിന്നാണ് ഇങ്ങോട്ട് മോട്ടർ അടിച്ച് ഈ സ്ഥലത്തേക്ക് വെള്ളം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൽ നേരത്തെ ഇഞ്ചി കൃഷി ചെയ്തിരുന്നു. ഇഞ്ചി കൃഷി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 5 വർഷം വേറെ ഇഞ്ചി കൃഷി വെക്കാൻ പറ്റില്ല, രോഗാണുക്കൾ കൂടും. അത് കഴിഞ്ഞ് ഞങ്ങൾ വേനൽക്കാലത്ത് തണ്ണിമത്തം കൃഷി ചെയ്തു. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ കുവ കൃഷിയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഈ കുവയിലൊക്കെ ഇനി ഞങ്ങൾ ഡ്രിപ്പ് ഇടും. അവിടെ നിന്ന് വേനൽക്കാലത്ത് മഴയില്ലെങ്കിൽ ഞങ്ങൾ ഒരു ഡ്രിപ്പ് പ്രകാരം വെള്ളം വിടും. പിന്നെ മഴയത്ത് നനയും. ഇതിൽ നല്ല വെള്ളങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. താഴത്താണ് വെള്ളം കൊണ്ടുവരുന്നത് മോട്ടർ അടിച്ചിട്ട്. 2.5 ഏക്കർ സ്ഥലമാണ്. ചുറ്റും ഫോറസ്റ്റിൻ്റെ സ്ഥലമാണ്. കയ്യാലിയുണ്ട്, ജണ്ടയുണ്ട്, അതുവരെ NOC ഉണ്ട്, എല്ലാം ഉണ്ട്. മെയിൻ എരുമിയൂരിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരമാണ്. എരുമിയൂർ തോട്ടുപാലം പറയും. മലബാർ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ഇവിടേക്ക് 1 കിലോമീറ്റർ ദൂരമാണ്. അരിയക്കോട് ഇഞ്ചിപ്പാറ എന്നൊക്കെ പറയും. ആ ഇഞ്ചിപ്പാറിൻ്റെ തൊട്ടാണ് ഈ സ്ഥലം. അപ്പോൾ ഈ സ്ഥലം എങ്ങനെ പറഞ്ഞാൽ തൃശ്ശൂർ ഹൈവേ ഉണ്ട്. പാലക്കാട് നിന്ന് തൃശ്ശൂർക്ക് പോണ ഹൈവേ. അപ്പോൾ പാലക്കാട്ടിൽ നിന്ന് കറക്റ്റായിട്ട് 19 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ മലബാർ ഹോട്ടൽ പറയും. അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. അവിടെ നിന്ന് ഹൈവേയിൽ നിന്ന് കൃത്യം 1 കിലോമീറ്റർ ദൂരത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ഥലത്ത് ഞങ്ങൾ റിസോർട്ട് ചെയ്യണമെന്നൊക്കെയാണ് വിചാരിച്ചത്. ഇനി എനിക്ക് പ്രായമൊക്കെ ആയതുകൊണ്ട് ഇനി അത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വിറ്റ് വേറെ എന്തെങ്കിലും മേഖലയ്ക്ക് മാറാമെന്ന് ചിന്തിക്കുകയാണ്. കൃഷിയും ഇനി നമുക്ക് തുടർന്ന് അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്കൊരു വില കിട്ടിയാൽ കൊടുക്കാമെന്നുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ തുടർന്ന് കൃഷി ചെയ്യും. നല്ല വെള്ള സൗകര്യമുണ്ട്. ഇതിലൊക്കെ നിറയെ മരങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ മുറിച്ചു മാറ്റിയാണ് ഈ കൃഷി ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ വെയിൽ കിട്ടിയാലാണ് ഇങ്ങനെയുള്ള ഇഞ്ചി കൃഷി, മഞ്ഞ കൃഷി, കാനൽ, മരത്തിൻ്റെ തണലുകളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള കൃഷികളൊക്കെ ചെയ്താൽ നല്ല വിളവ് കിട്ടുള്ളൂ. അതുകൊണ്ട് നല്ല വിളവ് ഉൽപ്പാദനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ബാക്കിയുള്ളതൊക്കെ മുറിച്ചു മാറ്റിയതാണ്. ഇത് പണ്ടത്തെ തെങ്ങുകളൊക്കെയാണ്. നല്ല മണ്ണാണ്. അവിടെ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ഇവിടെ ഡ്രിപ്പ് ഇട്ടിട്ടൊക്കെ കൃഷി ചെയ്യുക. ഡ്രിപ്പിൻ്റെ പൈപ്പൊക്കെയാണ് അത് കിടക്കുന്നത്. പിന്നെ ഇവിടെ ഒരു പാറമടയുണ്ട്, ചെറിയ മട. ഞങ്ങൾ പാറമടയുണ്ട്. ഇതിൽ മീൻ വേണമെങ്കിൽ വളർത്താം. ഇവിടെ വീട് കെട്ടാം. ഒറ്റയ്ക്ക് സുഖമായിട്ട് ജാളിമാരി ഇരിക്കുക. റിസോർട്ടൊക്കെ കെട്ടി ചെറിയ കുറച്ച് ഹട്ടുമാരി ചെറിയ വീടുകളൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ വാടകയെ കൊടുത്തിട്ട് റിസോർട്ടൊക്കെ തുടങ്ങാൻ പറ്റിയ സ്ഥലമാണ്. നിങ്ങൾ കുറേ ആളുകൾ ചേർന്ന് വേണമെങ്കിലും തുടങ്ങാം. പൈസയൊക്കെ പിരിച്ചിട്ട് എനിക്കും അതിന് ചെയ്യാൻ പറ്റും. നമുക്കിനി പ്രായം ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനത്തെ പണിക്കൊന്നും നിൽക്കാൻ പറ്റില്ല. ഇതാ ഈ പാറമടയിലൊക്കെ മീൻ വളർത്താം. പിന്നെ എല്ലാം ഇതിന് ഊഹമാതിരിയുള്ള വീട് വേണമെങ്കിൽ അതിൽ കെട്ടാം. ഇതിലും അതേമാതിരി ചെറിയ നിറയെ വീടുകൾ കെട്ടിയിട്ട് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വാടക കിട്ടും. അതേമാതിരി ഹൈവേന്ന് അടുത്താണ്. ടൂറിസം സ്ഥലങ്ങളൊക്കെ അടുത്ത് നിറയുണ്ട്. അവിടെ നിന്നൊക്കെ ഇവിടേക്ക് വന്ന് താമസിക്കുകയാണെങ്കിൽ കുറഞ്ഞ വാടകയ്ക്ക് കുറഞ്ഞ ചിലവിൽ ഇവിടെ ഇരിക്കാൻ പറ്റും. ഞങ്ങൾ 1 ലക്ഷം ഉറുപ്പികയാണ് വില ഇതിന് കിട്ടണമെന്ന് കണക്കാക്കിയിട്ടുണ്ട് സെൻറ്റിന്.
ഒരാഴ്ച വാങ്ങുന്നവർക്ക് വേണമെങ്കിൽ അതൊന്നും കൂടും, ഒന്നായി വാങ്ങുന്നവർക്ക് ഈ വിലയ്ക്ക് കൊടുക്കും. ഇനി ഹോസ്പിറ്റൽ വേണമെങ്കിൽ അത് ചെയ്യുക, റിസോർട്ട് വേണമെങ്കിൽ അത് ചെയ്യുക. ഇനി ഒറ്റയ്ക്ക് വലിയൊരു വീടാണ് ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത്, കൃഷിയും ഫാമമായി ചെയ്യണമെങ്കിൽ അത് ചെയ്യുക. വെള്ളമുണ്ട്, ഒരാളുടെ ശല്യമില്ല, ചുറ്റും കയ്യാലിയുണ്ട്, അതിന് തൊട്ടിന് ജണ്ടയുണ്ട്, ഫോറസ്റ്റിൻ്റെ NOC ഉണ്ട്. ഇവിടേക്ക് സെപ്പറേറ്റ് മെയിൻ റോഡ് ടാർ റോഡ് നിങ്ങളുടെ സെപ്പറേറ്റ് വഴിയുണ്ട്. മൊത്തം 1.5 ഏക്കർ വരും. പിന്നെ ഒരു എക്സ്ട്രാ ഒരു 50 സെൻറ്റ് കിണറൊക്കെ നിൽക്കുന്ന സ്ഥലമായിട്ട് ഒരു 50 സെൻറ്റ് എക്സ്ട്രാ ഉണ്ട്, അതും വേണമെങ്കിൽ തരാം. അപ്പോൾ വേണ്ടവർ നമ്മുടെ ഈ നമ്പറിലൊക്കെ വിളിച്ച് ബന്ധപ്പെടുക. താല്പര്യമാണെങ്കിൽ നമ്മൾ തരാൻ തയ്യാറാണ്. അപ്പോൾ ഈ സ്ഥലത്തുനിന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത് പോയി പറഞ്ഞാൽ ഹൈവേ ആണ്. അവിടെ മലബാർ ഹോട്ടലുണ്ട്, 24 മണിക്കൂർ പ്രവർത്തിക്കുന്നത്. സ്കൂളുണ്ട്, ഗവൺമെൻറ് സ്കൂളുണ്ട്, പള്ളിയുണ്ട്, അമ്പലമുണ്ട്. അതേമാതിരി ഇവിടെ ചുറ്റും നല്ലവരായ മനുഷ്യന്മാർ നിറയെ താമസിക്കുന്നുണ്ട്. അരിയക്കോട് എരുമയിലുള്ള ആളുകൾ വന്ന് നിഷ്കളങ്കരായ നല്ല മനുഷ്യരാണ്. നമ്മളെ എന്തിനു ഹെൽപ്പ് ചെയ്യാൻ തയ്യാറുള്ള ആളുകളാണ്. നമ്മളുടെ അങ്ങനെ ഓട്ടീസുള്ള കുട്ടികളൊക്കെ ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ എന്ത് സഹായം വേണമെങ്കിലും അവർ ചെയ്തു തരാനും കൂടെ സപ്പോർട്ട് ചെയ്യാനും നിൽക്കാനുള്ള നല്ലതായ മനുഷ്യന്മാർ ഇവിടെ ഉണ്ട്. അതേമാതിരി ഇവിടെ വേറെ ഒരു കച്ചറ വെച്ചറി ഒന്നുമില്ല. നമ്മളൊരു രാജ്യത്തിൽ ഒറ്റയ്ക്കൊരു രാജ്യത്തിലിരിക്കണ മാതിരിയാണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ദ്വീപിലിരിക്കണ മാതിരി, അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട ഒരു പ്രദേശത്ത് ഇരിക്കണ മാതിരിയാണ് നമുക്കിവിടെ ഇരിക്കും. എന്ന് പറഞ്ഞാൽ ചുറ്റും ഗവൺമെൻറ് സ്ഥലമാണ്, ബാക്കി സ്വകാര്യ വ്യക്തികളുടെ ഒരാളുടെ സ്ഥലവും ഇല്ല. ആൻറ്റി സ്ഥലം നമ്മുടെ സ്ഥലത്ത് നിന്ന് ഒരു 25 മീറ്റർ പോയാൽ മാത്രം ടാർ റോഡ്, അവിടെ നിന്ന് അതിലൂടെ പോകാൻ പറ്റും. അങ്ങനെ ഏറ്റവും നല്ല സ്ഥലമാണ്. നമ്മളുടെ കുട്ടികളുടെ രക്ഷിതാക്കൾ ഇതിലേക്ക് മുന്നോട്ട് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കഴിവുള്ളവർ വന്ന് നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഈ സ്ഥലം ഇത്ര കാലം പിടിച്ചു വിട്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഇതിന് ചെയ്യാൻ ആകും തോന്നുന്നുള്ളൂ. അപ്പോൾ മുന്നോട്ട് ധൈര്യമുള്ളവർ വരിക, നമ്മളും കൂടെ എന്തിനും ഉണ്ടാവും. എല്ലാ ഇനി ഹോസ്പിറ്റൽ കട്ടണം എന്നുള്ളവരോ, പിന്നെ വല്ല ഒറ്റയ്ക്ക് ആരും ശല്യമില്ലാണ്ട് വല്ല കമ്പനി കട്ടണം എന്നുള്ളവരോ, അതേമാതിരി എന്തെങ്കിലും ഫാക്ടറിയോ കമ്പനിയോ സ്കൂളോ ITIയോ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളവരുവാണെങ്കിലും തയ്യാറായി വരാം. അല്ലെങ്കിൽ ബംഗ്ലാവുമാർ വലിയ വീട് കെട്ടിയിട്ട് ഒറ്റയ്ക്ക് കൊട്ടാരന്മാർ ഒരു ദ്വീപിലിരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പണ്ട് ഇംഗ്ലീഷുകാരൊക്കെ ഇതേമാതിരി ഓരോ ദ്വീപുകളിൽ ഒറ്റപ്പെട്ട സ്ഥലത്തും പോയിട്ട് വലിയ വീട് കെട്ടിയിരിക്കും. അതിന് കോടിക്കണക്കിന് വിലയാണ് അങ്ങനത്തെ വീടൊക്കെ ഇരുന്ന. അതേമാതിരി ഇവിടെ ചുറ്റും വീടുകൾ ഈ കെട്ടിക്കഴിഞ്ഞാൽ സ്വതന്ത്രമായി ഒരാളുടെ ശല്യമില്ലാണ്ട് ഒറ്റയ്ക്ക് സുഖമായിരിക്കുക. അതിനൊരു പ്രത്യേക സുഖമാണ്. ഇവിടുത്തെ കാറ്റും ഇവിടുത്തെ അന്തരീക്ഷവും പ്രകൃതിയും ശുദ്ധമായ വായു, മാലിന്യങ്ങളൊന്നുമില്ല. ചുറ്റും അങ്ങനെയുള്ള വീടുകളൊന്നുമില്ല. ചുറ്റും നല്ല സൗന്ദര്യമായ ഫോറസ്റ്റാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ അതിന് തയ്യാറായി നിൽക്കുക. ഞാൻ എന്തിനും തയ്യാറാണ്. ഇതാണ് പാറമട. ഇവിടെ നമുക്ക് വേണമെങ്കിൽ മീൻ വളർത്താം, പിന്നെ ചെറിയ ബോട്ട് വേണമെങ്കിൽ അതിവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയത്. ഇനി എല്ലാം നീന്തൽ പരിശീലനം വേണമെങ്കിൽ നീന്തൽ പരിശീലനം നടത്താം. എല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഒരു വീട്, മേലെ ഫില്ലറുകളൊക്കെ വെച്ചിട്ട് ഒരു വീട് പണി ചെയ്ത് അടിയിൽ വെള്ളം കാണുന്നമാതിരിയുള്ള വീട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്ത് വേണമെങ്കിൽ ചെയ്യാം. എല്ലാം ഇനിയിപ്പോൾ ഒന്നിനും പറ്റി തൂർക്കണേ കുറച്ച് മണ്ണിട്ട് തൂർത്ത് കഴിഞ്ഞാൽ നിലമാതിരി ആവുകയും ചെയ്യും. ഇതുണ്ട് കാണുന്ന ആ വെള്ള കാണുന്നതാണ് അവൈറ്റീസ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്ന മലൻ്റെ മുകളിലാണ് നെമ്മാറയിൽ. അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങനെ ഒരു 10-18 കിലോമീറ്റർ ഉണ്ടാവും. പക്ഷെ അത് ഇവിടെ നിന്ന് ക്ലിയറായി കാണും വെള്ള കളറിൽ. അതിൻ്റെ തൊട്ട് തന്നെയാണ് നെല്ലിയമ്പതി മലനിരകളാണ് ഈ കാണുന്നതൊക്കെ. നെല്ലിയമ്പതിൻ്റെ മലനിരകൾ ഇവിടെ നിന്ന് ക്ലിയറായി കാണും. നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ, അതുകൊണ്ട് ക്ലിയറായി കാണുകയാണ്. ഇത് ഒരു മലൻ്റെ മുകളിൽ ഉയർന്ന സ്ഥലമാണ്. ഉയർന്ന സ്ഥലത്തിലാണ് നമ്മളുടെ ഈ അരിയക്കോട്ടുള്ള ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ബാക്കി എല്ലാ സ്ഥലവും ഇതിന് താന്നിട്ടാണ് ഇതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ 1, 2, 3 കുന്നുകളാണ് ഇതിനൊപ്പമുള്ളൂ. ഇത് ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലമാണ്. അപ്പോൾ ഇതിന് അങ്ങനെ ഒരു പ്രത്യേകത, വലിയ പ്രത്യേകത ഉള്ള സ്ഥലം തന്നെയാണിത്. ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലത്ത് കുറച്ച് മണ്ണായിട്ടുള്ള സ്ഥലമാണ്. ഇതിന് ചുറ്റുപ്പുറമൊക്കെ പാറകളാണ്, വലിയ വലിയ പാറകളാണ്, ഗവൺമെൻറ്റിൻ്റെ പാറകളാണ്, ഫോറസ്റ്റിൻ്റെ. ആരും ഒന്നും ചെയ്യുന്നില്ല, ഫ്രീ ആയി കിടക്കുന്ന സ്ഥലമാണ്. നമ്മുടെ സ്ഥലത്ത് മാത്രമാണ് കുറച്ച് മണ്ണുള്ളത്. അപ്പുറവും പാറ, ഈ 3 ഭാഗവും പാറയാണ്. നമ്മുടെ ഭാഗത്ത് മാത്രമാണ് കുറച്ച് മണ്ണുള്ള പ്രൈവറ്റ് ഭൂമിയുള്ളത്, സ്വകാര്യ ഭൂമി. ഇത് ആ സൈഡിൽ കൂടെയാണ് ഇതിൻ്റെ വഴി. ഇത് കണ്ടില്ലേ, ഈ ടാർ റോട്ടിൽ നിന്ന് ആ പനൻ്റെ അത് എങ്ങനെ ആ സൈഡിൽ കൂടെ കയറി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലമാണ്. ഈ കയറി വരുന്ന സ്ഥലങ്ങൾ മുഴുവൻ നമ്മുടെ സ്ഥലമാണ്. ആ വഴി നമ്മുടെ സ്ഥലമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതെവിടെ ഒരു വീടുണ്ട്. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ വീടുകളുണ്ട്.
ഈ തെങ്ങും തൊടിൻ്റെ ഉള്ളിലാണ് നമ്മുടെ കിണർ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഒരു 5 ലക്ഷം ഉറുപ്പിക ചിലവാക്കി വലിയൊരു കിണർ കുഴിച്ചിട്ടുണ്ട്. ആ കിണർ സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്നാണ് നമ്മൾക്ക് വെള്ളം അടിച്ചു കൊണ്ടുവരുന്നത്. ഇവിടെ നിന്ന് ആലത്തൂർക്ക് ഒരു 5-6 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. ഇവിടെ നിന്ന് എളുപ്പ വഴിയൊക്കെ ഉണ്ട്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മുന്നോട്ട് വരിക.